ഇന്നത്തെ ആ കുട്ടി കുട്ടലമ്പായ അപ്പൊ നമ്മള് എവിടെ പോവുക? പറമ്പി മുട്ട് വടിക്ക വെള്ളമൊഴിച്ച് കിളിർത്ത് വന്ന് പൂപ്പ് ഉണ്ടായി അങ്ങനെ വെച്ച് എന്തെങ്കിലും മനസ്സിലായോ പറഞ്ഞത്? ഞങ്ങള് പറമ്പിൽ പോയിട്ട് ചീര പറിക്കാൻ പോവുക. ചീര പറിച്ച് ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവുക. അപ്പൊ ഈ ചീരയുടെ അടിയിൽ ഒരു കാ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനെയാണ് ഇവള് മുത്തെന്ന് പറയുന്നത്. അപ്പൊ അതിന് വെള്ളം ഒഴിച്ച് കിളുത്ത് കഴിഞ്ഞാൽ മുത്തുണ്ടാകും എന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോകുക. അപ്പൊ ഞങ്ങളുടെ കൂടെ പോരെ, കമോൺ. മടിച്ചിക്കോത. ആരാ മടിച്ചിക്കോത? കാത്തു. അടിച്ചിയാ കാത്തു അല്ലേ? ശരി, നടക്കാം. വാ, പോയിട്ട് വരാം. ബാ, ഞങ്ങൾ പറമ്പിൽ പോയിട്ട് വരാവേ. എവിടെ എവിടെയാ ചേരപ്പാമ്പ്? അങ്ങോട്ട് പോയി. അടി കണ്ടോ? അടി ഇങ്ങോട്ട് വെള്ളം. മീമിയുണ്ടോ? മീമീന്ന് തപ്പി വന്നതാ പാമ്പ്. കണ്ടോ? തപ്പുന്നാണ്ടാ പാമ്പ് കിടന്നു. എന്തിയടാ? അടി പോയി. കാട്ടിക്കൂടെ ഒക്കെ പോകുന്ന സൂക്ഷിച്ച് നടക്ക്. ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞു. നേരെ നോക്കി നടക്ക്. ഇങ്ങോട്ട് നോക്ക്. നടക്ക്. പാമ്പ് കാണും. പാമ്പ് പാമ്പ് പാമ്പ്. അപ്പച്ചൻ ഇവിടെ കപ്പ നട്ടേക്കുന്നത് കണ്ടോ? അപ്പച്ചൻ കുറേ കപ്പയൊക്കെ ഞങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛനാണ് ഈ കപ്പ എല്ലാം നട്ടേക്കുന്നത്. അപ്പം നമ്മൾ എന്നാത്തിനാ വന്നേ? തേണ്ട നമ്മൾ തപ്പി വന്ന സാധനം തേണ്ടേ. തേണ്ടേ, ഇതല്ലേ? ഇതാണോ നമ്മൾ തപ്പി വന്ന സാധനം? പറയ്ക്ക്. തേണ്ടേ, ഇതാണ് അപ്പം ഞങ്ങൾ തപ്പി വന്ന സാധനം. ഇതിൻ്റെ പറയ്ക്ക്. പറിച്ചോ? കാണിച്ചേ, കയ്യിൽ കാണിച്ചേ. എന്നതാ ഇത്? മുത്തോ? എത്താൻ മേലേ? തേണ്ട ഇവിടെയുണ്ട്. പറയ്ക്ക്. ഇതിൻ്റെ കൂമ്പാണ് നമ്മൾ പറിക്കുന്നത്. കണ്ടോ? ഇതാണ് നമ്മൾ പറിക്കുന്നത്. പറിക്കുന്നേ? ഇഷ്ടം പോലെ ഉണ്ട്. പറിച്ചോ. മതി, ഇനി നമുക്ക് നാളെ വന്ന് പറിക്കാം. ഇത് കണ്ടോ? ഈ മതിയുടെ കുട്ടാ. ചീരയുടെ കൂമ്പുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ചീരയുടെ ഒത്തിരി കൂമ്പുണ്ട്. അതേ നല്ല തളിർത്ത കൂമ്പ്. നമ്മളിതെല്ലാം ഒടിച്ചെടുക്കുവേ. ഒരു കൊക്കിനിയോ? പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ തള്ളേരിയ ഭാഗം ഇങ്ങനെ നുള്ളിയെടുക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. മൽബറിക്ക ഒന്നും ഇല്ല. അപ്പച്ചൻ എല്ലാം വെട്ടിക്കളഞ്ഞു. ചെന്ന് നോക്ക്. ചെല്ല്. JCB ഒക്കെ മണ്ണിട്ടേക്കുവാണോ? നടക്കാൻ മേലെ. ഇവിടെ മൽബറിക്ക ഇല്ല. മൽബറി പൂത്തിട്ടേ ഉള്ളു. കണ്ടോ?
കണ്ടതേ മൽബറി പൂവുണ്ടായതേ ഉള്ളൂ, നമുക്കില്ലേ പിന്നെ വരാം. കണ്ടോ പൂവില്ലേ? പൂവുണ്ട്. പൂവുണ്ടായതേ ഉള്ളൂ. ഇപ്പൊ കണ്ട്. ഉം. ഇങ്ങോട്ട് വാ. വരുന്ന വാ. നടക്ക് വാ. നടക്ക്. വഴി അറിയാവോ? ആ എന്നാ നടന്നേ ഒന്ന് കാണട്ടെ. അതിലേ അല്ല വഴി, ഇതിലെയാ. എതിലെയാ വഴി? ആ നടക്ക്. നേരെ നോക്കി നടക്കണം. ആ കമ്പൊക്കെ ഉണ്ട്. അമ്മ, ഞാൻ കയ്യെ ആ അപ്പം കയ്യെ പിടിക്കണം അല്ലേ? ചീരയും കൊണ്ട് ഞാൻ കടിക്കുവാ. പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വന്ന ചീരയും കൊണ്ട് എന്നെ എടുക്കുവാ. കടിക്കുവാ. തത്തമ്മയാണോ കടിക്കാൻ? തത്തമ്മയാണോ? ആഹാ, അത്രയും ചീര കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്ക് ഇതുകൊണ്ട് തന്നെ എടുക്കണം. ചീര തോരൻ ഉണ്ടാക്കണം. ഇല്ല, താത്തമ്മയ്ക്ക് എടുക്കണം. അയ്യോ, തത്തമ്മയ്ക്ക് കൊടുക്കാനല്ല, തോരൻ വെക്കാൻ നമ്മൾ പറിച്ചേ. ഞാൻ കടിക്കായിട്ട് നോ 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 നോ. ചൂടും എടുക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, സവോള ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചതച്ചിട്ടാലും മതി. ഇഷ്ടമാണോ ചീരത്തോരൻ? കഴിക്കാം, ഉണ്ടാക്കാം. ഓക്കെ പറ. അപ്പോഴത്തേ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിരുന്ന ചീര വേലിച്ചീരാന്നും സുക്രുമാനിയാന്നും ഒക്കെ പല പേരിൽ അറിയപ്പെടും കേട്ടോ. അതിപ്പോൾ തോരൻ വെക്കാൻ പോകണം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി ചതച്ചിട്ടാലും നല്ലതാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് അരിയോ അല്ലെങ്കിൽ പരിപ്പോ എന്തെങ്കിലും ചേർത്താലും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ സവോള നന്നായിട്ട് ചേർത്ത് സവോള നല്ല രീതിയിൽ വഴന്ന് വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ സവോളയുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. കൂട്ടത്തിൽ നമ്മൾ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കാത്തോനും ആയതുകൊണ്ട് കുറച്ച് പച്ചമുളക് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കാം. ഇത് 3ഉം കൂടെ നന്നായിട്ട് ഒന്ന് വഴന്ന് വന്ന ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങാപ്പീര ചേർക്കാവുള്ളൂ. തേങ്ങാപ്പീര നമ്മൾ വളരെ കുറച്ച് അളവ് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മുടെ ഇലയൊക്കെ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് അവിഞ്ഞ് വരും. അല്ലെങ്കിൽ തേങ്ങ ഒരുപാടായിട്ട് പിന്നീട് തോന്നും. തേങ്ങ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ധാരാളം ചേർത്താലും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ പാകത്തിന് ഉപ്പും ചേർക്കണം. തേങ്ങാപ്പീര ചേർക്കുന്ന പോലെ തന്നെയാണ് ഉപ്പും ചേർക്കുന്നത്. ഉപ്പും വളരെ കുറച്ച് മാത്രം മതി, ഇലയായതുകൊണ്ട് ഇല നന്നായിട്ട് അവിഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പ് ഇലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചല്ല, അതിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ. പിന്നെ ആവശ്യമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എനിക്ക് കളർ ചേഞ്ച് ചെയ്ത് കിട്ടേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഇളക്കിയിട്ട് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ട് വരും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും. കാത്തൂനാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, സാധാരണ വെറും ചീരത്തോരൻ മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ചെറിയൊരു ചീരത്തോരൻ പരീക്ഷണമായിരുന്നു ഇത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.